ഹലോ ഗൈസ്, വളരെ മോശപ്പെട്ട ഒരു കാലാവസ്ഥ. അതിനോടനുബന്ധിച്ചിട്ട് മിക്കയിടങ്ങളിലും വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, വാർത്തകളിൽ കൂടെ കാണുന്നതാണ്. വലിയ അറിവുകളൊന്നുമില്ല. സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുക. തിരുവനന്തപുരംകാർക്ക് ഭാഗ്യമില്ല, ഇങ്ങോട്ടൊന്നും വെള്ളം വന്നിട്ടില്ല. അത് ഭാഗ്യമാണോ അതോ നിർഭാഗ്യമാണോ എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ കുറേ സേഫാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒത്തിരി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ളവർ വാശി പിടിക്കാതെ അതത് ദുരിതാശ്വാസ മേഖലകളിലേക്ക് പോവുക എന്നുള്ളതാണ്. തൽക്കാലം ജീവനാണ് വലുത്, ജീവന് വേണ്ടിയിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്. വാശി പിടിക്കാതിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഡിസാസ്റ്റർ ഒക്കെ വന്നപ്പോൾ നമ്മളത് ഫേസ് ചെയ്ത രീതിയും ഇപ്പോഴും നമ്മുടെ സങ്കടങ്ങളിൽ അത് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. സോ അത് പറഞ്ഞു വയ്ക്കുന്നതെന്നുള്ളൂ. നമ്മുടെ വിഷയം ജയം രവിയുടെ ആർത്തി പിടിച്ച പെണ്ണുമ്പിളയാണ്, ആർത്തിക്കാരി, ആർത്തി തള്ളയാണെന്ന് നമ്മുടെ വിഷയം. ഞാൻ എപ്പോഴും പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്കിന്ന് ആണുങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്ത് കളയാന്ന് വിചാരിച്ചു. ഞാൻ ഇത് ഒരുപാട് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. മിക്കവാറും ഫിലിം ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ കാണുന്ന ഒരു കലാപരിപാടിയാണ് കെട്ടുക, കുട്ടിയുണ്ടാക്കുക, കളയുക. കെട്ടുക, കുട്ടിയുണ്ടാക്കുക, കളയുക. നല്ല രസമാണ്. പിന്നെ അതിനുശേഷം അവരങ്ങോട്ട് പോകും. എവിടെ? കോടതിയിൽ. അവിടെ ചെന്നിട്ട് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെളി വാരി പറ എറിയും. ഇവിടുന്ന് 2 ചെളി അപ്പുറത്ത് പോയി അവിടുന്ന് 4 ചെറി ഇപ്പുറത്തോട്ട് വരും. ഒറ്റ ബഹളം തന്നെ. അവിടെ കിടന്ന് നാശ വെള്ളപ്പൊക്കം. പക്ഷെ നല്ലൊരു ജഡ്ജിയാണ് അവിടെ ഇരിക്കുന്നെങ്കിൽ ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഈ കൊച്ചുങ്ങൾ എങ്ങനെ ഉണ്ടായി ആ ഒരു ചോദ്യത്തിൽ തീരേണ്ട കേസാണ്. പക്ഷെ എന്ത് ചെയ്യാം, തമ്മി തല്ലി പിടിച്ച് അടിച്ച് പിരിഞ്ഞ് കൊച്ചുങ്ങളെയും പറക്കിക്കൊണ്ട് പോയിട്ട് കൊച്ചുങ്ങളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തുക ഈ പാവപ്പെട്ടവൻ്റെ നിന്ന് വാങ്ങിക്കും. സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ പ്രശാന്ത്, മുമ്പത്തെ മധുരമുള്ള നായകൻ, പുള്ളി 1 ലക്ഷം രൂപ വെച്ചാണ് അന്നത്തെ കാലത്ത് അവർക്ക് വിധിച്ചത്. എല്ലാ മാസവും 1 ലക്ഷം രൂപ പെണ്ണുമ്പിളയ്ക്ക് കൊടുക്കുന്ന ഒരു കുട്ടിയെ കണ്ടുണ്ടായി. അതുകൊണ്ട് അതേപോലെ ഒത്തിരി പേര്, രജനീകാന്തിന്റെ മോള് പിരിഞ്ഞ് 2 പിള്ളേരെയും പറക്കി വീട്ടിൽ പോയിട്ടുണ്ട്. അതും നഷ്ടപരിഹാരവും കൊടുക്കുന്നുണ്ട് മാസം. ഇവന്മാര് സമ്പാദിക്കും, അത് അത്രയും കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. ഇവളുമാര് കളഞ്ഞിട്ട് പോയാലും അവളുമാരെ നോക്കേണ്ട ഗതികേട്. ഞാൻ അവിടെ ഇങ്ങനെ ഒരു സംഗതി വന്നിട്ട് നമുക്ക് 40 കിലോ റൈസ് ഒക്കെ ഉണ്ടെന്ന്. ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. തമിഴ്നാട് സൂപ്പറാണ്, ജീവിക്കാൻ സൂപ്പറാണ്. അത് ആ മാതിരിയുള്ള ഒത്തിരി ഇത് ഗവൺമെന്റ് സെക്ടറിൽ നിന്നുണ്ട്. കർഷകരാണെങ്കിൽ അവർക്ക് കറണ്ടിന്റെ പകുതി മതി. അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഫ്രീ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ബോധമുള്ളവർക്കൊക്കെ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്. പിന്നെ വിഷയത്തിലേക്ക് വരാം. പെണ്ണുങ്ങൾക്ക് പിന്നെ ഫ്രീ ആയിട്ട് യാത്ര ആദ്യം ഏർപ്പാടാക്കുന്നത് അവരാണ്. അത് കണ്ടിട്ടാണ് ഇവിടെ നമ്മുടെ മന്ത്രിയും കൂടെ കോപ്പി അടിച്ചത്. പക്ഷേ അതൊരു തെറ്റായ നടപടിയാണ്. ഇപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർ മുന്നേറി വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആർത്തി പണ്ടാരത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു കോടതി വിധി. 40 ലക്ഷം രൂപയാണ് ജീവനാംശം ചോദിച്ചിരിക്കുന്നത്. ജീവനാംശമല്ല, മന്ത്ലി 40 ലക്ഷം രൂപ ആണോ 2 കുട്ടികൾക്ക് ഒരു തള്ളയ്ക്കും ജീവിക്കാൻ? ശിവനെ, വല്ല സിനിമ നടത്തിയും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. വേസ്റ്റായിപ്പോയി. പോട്ട്. 1 വട്ടമല്ല 2 വട്ടം വേസ്റ്റ് ചെയ്തു, എന്നാലും പോട്ട്. നമുക്ക് അവർ പറയുന്ന ആർത്തി പണ്ടാരത്തിൻ്റെ തള്ള വന്നിരുന്ന കാര്യം പറയുന്ന കേൾക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ. ഈ ആർത്തിയുടെ അമ്മയുണ്ടല്ലോ, മിക്ക വീടുകളിലെയും പ്രശ്നം അമ്മായിയമ്മമാരുടെ അതിപ്രസരം. തമിഴ്നാട്ടിൽ അത് കൂടുതല. അതുകൊണ്ടാണ് രജനീകാന്തിന്റെ മിക്കവാറും സിനിമകളിൽ സ്ത്രീകൾ ശത്രുക്കൾ അല്ലെങ്കിൽ വില്ലത്തികളായിട്ട് വരുന്നത്. കാരണം വില്ലത്തികൾ അവളുമാർ തന്നെയാണ്. ഈ പെണ്ണുമ്പിള ഉണ്ടല്ലോ, ഇവരാണ് ആ കുടുംബജീവിതം താറുമാറാക്കിയത്. നശിപ്പിച്ച് കയ്യിലങ്ങ് കൊടുത്തു. ഇപ്പം എന്തേ ഇരുന്നുകൊണ്ട് കരയിണ്, ചാപ്പാടിന് വകയില്ലാന്ന്. 40 ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ പറഞ്ഞ് കോടതി 3 ലക്ഷം രൂപ വിധിച്ച്. 3 ലക്ഷം രൂപയിൽ ചോറ് കിട്ടത്തില്ലാന്ന്. അത് എന്ത് ചോറായിരിക്കും ഇവർ കഴിക്കണത്? എന്താ കേക്കാം. அட்லீஸ்ட் சாப்பாட்டு கூட கொடுக்கல. சாப்பாட்டுக்கு இல்லாம இருக்கீங்களான்னு நீங்க கேட்கலாம். ஆனா அது நம்ம கடமை. பெத்த பசங்களை வந்துட்டு நம்ம பாத்துக்கிறது நம்ம கடமை. அந்த கடமை ஆஸ் எ பேரண்ட்ஸா நாங்க வந்து எங்க அல்லையோ தள்ளைக்கு மலையாளம் தெரியுமோ என்னமோ எனக்கு தெரியலே. ஆனா 18 வயசு வரை பெத்த மக்களமாக்க வேண்டிய கடமை. அண்ட் தென் அவருக்கு தான் அந்த கடமை இருக்கேன்னு தவிர உங்களுக்கு அந்த கடமை கிடையாது. മലയാളം 18 വയസ്സ് വരെയൊക്കെ നോക്കിയാൽ മതി. പിള്ളേരെ പഠിപ്പിച്ച് ജോലിയാക്കുക, അല്ലെങ്കിൽ കെട്ടിച്ചു കൊടുക്കുക, അതിൽ കൂടെ ഒരു വരുമാനം അവർക്ക് ഉണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ അതിലേക്ക് കയറേണ്ട കാര്യം എന്തോ? അവരവരെ പാട് നോക്കി വിടണം. ഈ തള്ള ആ പെൺകൊച്ചിനെ വിടൂല. കൊച്ചുങ്ങളുടെ പേര് ആര്യൻ, ആർത്തി. അവന്റെ പേര് രവി. അതിന്റെ ഒരു അക്ഷരം പോലും ഈ പിള്ളേരുടെ ഇതിനകത്ത് വന്നിട്ടില്ല. അജാതി മൊത്തത്തിൽ ഇവരുടെ കയ്യിലാണ് ആ ചെറുക്കൻ. ഇത്രയും ദിവസം അതിനെ വീട്ടിൽ വെച്ച് അവനെ കൊണ്ട് സർവ്വ സിനിമകളും ചെയ്യിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അത്ര വരുമാനം കൂടെ അമ്മായിയമ്മയും അമ്മായിയപ്പനും ആ മോളും കൂടെ നക്കി തിന്നോണ്ടിരുന്നു. ഇപ്പൊ ചെറുക്കനിക്ക് ബോധം വന്ന് വേറൊരു പെണ്ണുമായിട്ട് പതിയെ ഡിങ്കോലാഫിയായി അവിടെ നിന്ന് പോയി. അവിഹിതത്തിന് സപ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്, ചെക്കനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാ. മിണ്ടാണ്ടവ അവന്റെ പാടെ നോക്കി കുത്തിയിരുന്നതാണ്. അവൻ ഒരു കാര്യവും അന്വേഷിക്കൂലായിരുന്നു.
വരുന്ന പൈസ എല്ലാം ആർത്തിയുടെ കയ്യിൽ കൊടുക്കും. ആർത്തി പണ്ടാരം അത് വെച്ച് സമാളിക്കും. ആർത്തി പണ്ടാരത്തിന് 2 കുട്ടികളുണ്ട്, സ്നേഹമയ്യായ ഭാര്യയായിട്ടാണ് എല്ലായിടത്തും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. പക്ഷെ എന്താണെന്നറിയാമോ, ഓൻ ഇച്ചി കൊള്ളാൻ പോകണമെങ്കിൽ ഓളെടുത്ത് വിളിച്ച് ചോദിക്കണം. എന്ത് ഗതികേടാ, അതെന്തൊരു സങ്കടം അല്ലേ. ഞാനാണെങ്കിൽ ഇതൊക്കെ എപ്പോഴോ സുനൂക്കൂത്താക്കി കൈ കൊടുത്തേനെ. ചെക്കനായതുകൊണ്ട് എത്രയേ സഹിച്ചെന്നുള്ളതാണ്. കേക്കാം. குழந்தைங்களுக்கு பண்ணலாம், ஆனா உங்க குழந்தைங்களுக்கு நீங்க தான் பண்ணணும். ஸ்கூல் ஃபீஸ் கிடையாது, சாப்பாட்டுக்கு கிடையாது, அவங்களோட ஆக்டிவிட்டிஸ், டியூஷன் ஃபீஸ் எல்லாமே வந்துட்டு எதுவுமே கிடையாது. அது மட்டும் இல்லாம அவங்க அவங்க விட்டு போன கடன் கூட கட்டாம வீடு ஜப்திக்கு வந்து ஐசிஐசிஐ பேங்க்ல வந்து പെട്ടെന്ന് പറ, സ്പീഡിൽ പറ. அது வந்தது. ஸோ அது வந்து பப்ளிக் கமெண்ட் അയ്യോ അത്രയും സ്പീഡ് വേണ്ട. 40 லட்சம் ரூபாய் கேட்டாங்க, ஆனா வந்து 3 லட்சம் ரூபாய் தான் கொடுத்திருக்காங்க. 40 லட்சம் ரூபாய் எப்படி கொடுக்க முடியும் அப்படின்னு சொல்லி நிறைய பேர் கேள்வி கேட்டுட்டு இருக்காங்க, பேசிட்டு இருக்காங்க. அதுக்கு வந்து ഉണ്മയാ சொல்லணும்னா, നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് നിങ്ങൾ തന്നെ ചെലവിന് കൊടുക്കുക വേണം. ഞങ്ങൾ 40 ലക്ഷം രൂപയാണ് ചോദിച്ചത്, നിങ്ങൾ 40 ലക്ഷം രൂപ നമുക്ക് തന്നിട്ടില്ല. പക്ഷെ കോടതി വിധിച്ചിരിക്കുന്ന 40 ലക്ഷം രൂപ തന്നെ. പറ്റിക്കാനൊന്നും നോക്കണ്ട, 40 ലക്ഷം രൂപ തന്നേ പറ്റുള്ളൂ. ICICI ബാങ്കിൽ വെച്ച് വീട് പണയം വെച്ചിട്ട് പൈസ എടുത്തിട്ടുണ്ട്, ആ പൈസ നീ കെട്ടണ്ടേടാ എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി വന്നിരുന്ന് ചോദിക്കുന്നത്. എനിക്കിതിന്റെ ലോജിക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അതിലേക്ക് എത്തുന്നതിന് മുമ്പേ അവർ പറയണ മുഴുവൻ കേട്ടാലേ ഞാൻ ആ ലോജിക്കിലേക്ക് എത്തുള്ളൂ. ഇവരാദ്യം പറയുന്നത് കൊച്ചുങ്ങൾക്ക് ചാപ്പാടില്ല, ചെലവിനില്ല എന്ന്. പിന്നെ പറയണേ എൻ്റെ മോക്ക് ഞാൻ ചെലവിന് കൊടുക്കും, നിന്റെ കൊച്ചുങ്ങൾക്ക് ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല, നീ കൊടന്നു. പിന്നെ പറയണേ എനിക്ക് പൈസയുടെ ആർത്തിയില്ല. എന്നിട്ട് പറയണ അവനിക്ക് അവിടെ വീടുണ്ട്, ഇവിടെ വീടുണ്ട്, അവിടെ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എന്ന് പറയുന്നുണ്ട്. ആകെ മൊത്തം കൺഫ്യൂഷനാ. ഈ തള്ള ഒരുത്തിയാണ് ഇതിന്റെ മൂല കാരണം എന്നുള്ളൊരു തെളിവാണത്. கோர்ட்டுக்கு நான் வந்து நன்றி சொல்றேன். ஏன்னா உங்களுக்கு தெரியாத விஷயம், 10 பேஜ் ஜட்மெண்ட் இது. வெறும் அந்த ஒரு 3 லட்சம் கிடையாது, 10 பேஜ் ஜட்மெண்ட். அந்த 10 பேஜ்ல எந்த அளவுக்கு வந்து சாதகமா வந்திருக்குன்னா அது வெளியே வரல. அதாவது வந்து இந்த 40 லட்சம் வந்துட்டு நாங்க கேட்கலங்க. நாங்க கேட்கலன்னா மொத்தமா வந்துட்டு ஒரு மெயின்டெனன்ஸா கேட்கல மந்த்லி. அது ஒரு பெரிய விஷயம், எல்லாருக்கும் வந்துட்டு அந்த 40 லட்சம் ரூபாய் வந்துட்டு பெரிய விஷயம். ஆனா எங்க தலையில நிறைய கடன் இருக்கு, அவங்க வச்சுட்டு போன கடன் நிறைய இருக்கு. தலையில பேன் இருக்குன்னெல்லாம் கேட்டிருக்கேன், தலையில் கடன் வேற இருக்கோ? அது மட்டும் இல்லாம 2 வருஷமா குழந்தைங்களுக்கு எந்த சலுகையும் இல்ல. அட்லீஸ்ட் சாப்பாடு கூட கொடுக்கல. சாப்பாட்டுக்கு இல்லாம இருக்கீங்களான்னு நீங்க கேட்கலாம், ஆனா அது நம்ம கடமை. பெத்த பசங்களை வந்துட்டு நம்ம பாத்துக்கிறது நம்ம கடமை. அந்த கடமை ஆஸ் அ பேரண்ட்ஸா நாங்க வந்து எங்க குழந்தைங்களுக்கு பண்ணலாம். ஆனா அவங்க அவங்க விட்டு போன கடன் கூட கட்டாம வீடு ஜப்திக்கு வந்து ஐசிஐசிஐ பேங்க்ல வந்து பிரிச்சு கொடுத்துருக்காங்க ஆர்த்தி. அதாவது வந்து பசங்களோட ஸ்கூல் ஃபீஸ் வருஷத்துக்கு 2 பேருக்கும் அமெரிக்கன் ஸ்கூல்ல, இது நாங்க போட்டது கிடையாது. 1ஆம் கிளாஸ்ல இருந்து அதுல தான் படிக்கிறாங்க. அவங்களா வந்து அவங்க பசங்களை 2 பேரும் நல்லா படிக்கணும், எல்லாம் வந்து எல்லாருக்கும் ஈக்குவலா இருக்கணும்னு சொல்லிட்டு அவங்க வந்து போட்டது. அது மந்த்லி வந்துட்டு இயர்லி வந்து 2 பேருக்கும் 86 lakhsங்க. 86 ലക്ഷം രൂപയാ 2 പിള്ളേരുടെ ഫീസ്. അത് ഏത് സ്കൂള്? അംബാനി സ്കൂളായിരിക്കും. അല്ല, അനക്ക് അന്റെ മരുമോൻ വേണ്ട, ഓൻ ഫ്രോഡാണെന്ന് പറഞ്ഞാൽ എടുത്ത് ദൂരെ കളഞ്ഞു. ആ പിള്ളേരെയും കൂടെ കൊടുത്തു വിടുക, അവൻ വളർത്തട്ട്. കൊച്ചുങ്ങളെ കാണിക്കൂല. കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവനെ പച്ചയ്ക്ക് പറയണ്. ഇത്രയും പേരെ പിടിച്ചിരുത്തിയിട്ട് അവനെ അങ്ങ് നാണം കെടുത്തുകയാണ്. എന്നിട്ട് അവൻ ചെലവിന് കൊടുക്കണം. എനിക്കിത് മനസ്സിലാവുന്നില്ല. അവനെ വേണ്ട, അവനുമായിട്ട് ഗുസ്തി, അവനെ പിടിച്ച് പുറത്താക്കി. കൊച്ചുങ്ങളെ കാണിക്കത്തില്ല, എന്നാൽ കൊച്ചുങ്ങൾക്ക് ചെലവിന് കൊടുക്കണം. പെണ്ണുമ്പിളെ കാണിക്കത്തില്ല, എന്നാൽ പെണ്ണുമ്പിളേക്ക് ചെലവിന് കൊടുക്കണം. അതെന്തെന്ന്? നല്ല ബിസിനസ്സാണ്. 3-4 പെൺപിള്ളേരെ പെറ്റാൽ മതിയായിരുന്നു. തമിഴ്നാട്ടിലോട്ട് പോയിട്ട് വല്ല സിനിമാ നടന്മാരെ നോക്കി അങ്ങ് കെട്ടിച്ചും കൊടുത്തിട്ട് അവന്മാരെ അടിച്ച് ദൂരത്തെ വിട്ടിട്ട് അവിടെ അങ്ങ് ചുറ്റി ഇരുന്നാൽ മതി. നല്ല ബിസിനസ് അല്ലയോ? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നിയത്? എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എന്നാലും 86 ലക്ഷം രൂപയ്ക്ക് അപ്പൊ ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ വെറും മന്ദത്തിലെന്നാ പറയണേ. ഈ തള്ളയുടെ തലമണ്ട നോക്കി അറിഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലല്ലോ എന്റെ ശിവപെരുമാളെ. ഇനിയിപ്പോ ഇംഗ്ലീഷ് മീഡിയം തന്നെ വേണമെന്ന് പറഞ്ഞാൽ 86 ലക്ഷം രൂപ. ഇവിടെ ക്രൈസ്റ്റ് നഗറിൽ പോലും 4 ലക്ഷം രൂപയേ ഉള്ളൂ ഒരു കൊച്ചിന്. ഇല്ല, 2 ലക്ഷം രൂപ. എന്നാലും 86 ലക്ഷം രൂപയ്ക്ക് ഇവരെന്ത് പഠിപ്പാ പഠിക്കുന്നേ? എന്തൊരു എന്തോ. அந்த 86 lakhs கோர்ட் வந்து கொடுக்கணும்னு சொல்லியிருக்கு, அது வெளியில வரல. அதே மாதிரி ஆர்த்திக்கு 3 லட்சம், ആരവ്ക്ക് 1 ലക്ഷം, അയാൾക്ക് 1 ലക്ഷം. ആർത്തി, ആരവ്, അയാൻ പേര് പോലും ആ പെൺകൊച്ചിന്റെ ഫേവറായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവനിക്ക് അവിടെ യാതൊന്നുമില്ല. ആകെ ആർത്തിക്ക് 3, അവർക്ക് 2, ഇവനിക്ക് 4, 5 ലക്ഷം രൂപ ഒരു മാസം ചെലവിന് കൊടുക്കണമെന്ന്. കളഞ്ഞ പെണ്ടാട്ടിക്ക് ചെലവിന് കൊടുക്കുക 5 ലക്ഷം രൂപ. സിനിമ നടനായതുകൊണ്ട് കൊള്ളാം, വരവിനനുസരിച്ചിട്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ. ദിസ് സിസ്റ്റം ഈസ് വെരി മച്ചുവർ. ഐ ഹേറ്റ് ഇറ്റ്.
20-ാം നൂറ്റാണ്ട് 22-ാം നൂറ്റാണ്ടൊന്നും തുണി കുറയണ അല്ലാതെ ഈ ഒരു സംഗതിയിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല വലിയ. അതാണ് മനസ്സിലാവാത്തത്. ഇവിടെ രണ്ടുപേര് കല്യാണം കഴിക്കുന്നത്. സ്ത്രീധനം ചോദിക്കാൻ പാടില്ല, സ്ത്രീധനം കൊടുക്കാൻ പാടില്ല, സ്ത്രീധനം ഉണ്ടാക്കാൻ പാടില്ല, സ്ത്രീധനം പറ്റത്തില്ല, സ്ത്രീയാണ് തരം എന്നൊക്കെ പറയുന്നു. വീട്ടിലോട്ട് വന്ന് കയറുന്നോളും ജോലിക്കും പോവില്ല, വീട്ടിൽ കയറി കുത്തിയിരിക്കും. അവക്ക് ചെലവിന് നമ്മൾ കൊടുക്കണം. ഇതെല്ലാം പോട്ട്. എന്നാ എടി നീ വല്ലയിടത്തും പോയി 10 രൂപ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പെണ്ണാണെങ്കിൽ ശരി, പോട്ട്, സ്ത്രീധനം വേണ്ട, ഒരു ഉണ്ടയും വേണ്ട, അവക്ക് പണിയുണ്ടല്ലോ, കുഴപ്പമില്ല എന്ന് പറയാം. ഇത് ജോലിക്ക് പോവില്ല. മച്ചാനെ പിടിച്ച് മച്ചാനെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ കയറിയിരിക്കും. പെറ്റ അങ്ങോട്ട് ഇങ്ങോട്ട് അത്രാൻ. ആ ചെലവ് അവന്റെ തലയിൽ. ശിവനെ അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, അവളെ നോക്കിയാൽ കുറ്റം, ഇവനെ നോക്കിയാൽ കുറ്റം, അവനെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരുത്തനെ കൊണ്ടുവന്ന്. പക്ഷെ പ്രത്യക്ഷ പറയണ എന്തെന്നാണ്, അട്ടിമയായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. സത്യത്തിൽ ആണുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ പാവം തോന്നും. ഫീലിംഗ് ഷോ മച്ച് പിറ്റി. 5 லட்சம் கொடுக்கணும்னு வந்திருக்கு, அதுவும் வெளியே வரல. இது மட்டும் இல்லாம அவங்களோட டியூஷன் ஃபீஸ்ல இருந்து அவங்களோட வந்துட்டு கராட்டே கிளாஸ், அவங்களோட வந்து டான்ஸ் கிளாஸ் கத்துக்கிறாரு ஆரோ, அதுக்கப்புறம் வந்து செஸ் கிளாஸ், அதுக்கப்புறம் வந்து நிறைய எக்ஸ்ட்ரா கரிக்குலர் ஆக்டிவிட்டிஸ் பண்றாங்க. அது எல்லாத்துக்குமே பணம் கட்டணும்னு வந்திருக்கு. இதெல்லாம் சேர்த்து பார்த்தாதான் இந்த அமௌண்ட் வருது தவிர இது ஆர்த்தி வந்து தனியா 40 லட்சம் கேட்டிருக்கான்றது வந்துட்டு போய் இது അതല്ലേലും അങ്ങനെ നിങ്ങൾ പറയുള്ളൂ. ഈ തള്ള പറയണമെന്ന് പറഞ്ഞാൽ 40 ലക്ഷം രൂപ ആർത്തി പെണ്ണുമ്പോൾ ചോദിച്ചു തന്നു. ആർത്തി പണ്ടാര പണത്തിന് വേണ്ടിയിട്ടാണ് അവൻ്റെ കൂടെ ഉള്ളത്. രണ്ടുപേര് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കണം. വീട്ടിൽ ഇത്രയും മുതിർന്നവരുണ്ട്, തമ്മിലിരുന്ന് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. രണ്ടുപേരും മീഡിയാസിനെ വിളിച്ച് മീഡിയയോട് പറയണം, എന്റെ പെണ്ണുമ്പിള ശരിയല്ല കേട്ടാ, എന്റെ പെണ്ണുമ്പിളയുടെ അമ്മച്ചി ശരിയല്ല കേട്ടാ, ജയൻ രവി. അപ്പുറത്തൊന്നും എന്തിനാണ്, പെണ്ണുമ്പിള വഴിയിൽ വരത്തില്ല, പെണ്ണുമ്പിളയുടെ അമ്മച്ചി എന്നുണ്ട്, എന്റെ മോളാണ് ഏറ്റവും നല്ല കൊച്ച്, അവൻ വെറും ഫ്രോഡാണ്. എന്നിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താ, ആ ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് മാസം 40 ലക്ഷം രൂപ കിട്ടണം എന്റെ മോക്ക് ജീവിക്കാൻ. ചോറ് വാങ്ങിക്കാൻ പൈസയില്ല, അരി വാങ്ങിക്കാൻ പൈസയില്ല, ഞങ്ങൾ പട്ടിണിയിലാണ്, കൊച്ചു കരോട്ട ക്ലാസ്സിലുണ്ട്, കൊച്ചിന്റെ ഫീസ് 46 ലക്ഷം രൂപ 86 ലക്ഷം രൂപ, എനിക്ക് ഉടുപ്പ് വാങ്ങിക്കണം, മേക്കപ്പ് ഇടണം, ആർത്തിക്ക് 3 ലക്ഷം രൂപ മാസം ചെലവുണ്ട്, അത് അവൻ കൊടുക്കണം. എന്തിനി എന്റെ മോളെടുത്ത് ജോലിക്ക് പോകാൻ പറഞ്ഞാ പോരെ? എന്റെ മോക്ക് പണിയും കുക്കും ഒന്നും ഇല്ലേ, ചുമ്മാ കയറി കുത്തിയിരിക്കുന്ന. ശിവനെ, ഒരു പാവപ്പെട്ട പെണ്ണിനെയാണ് ഇവൻ കെട്ടിയിരുന്നെങ്കിൽ ഈ ഗതിയുണ്ടോ, പരഗതിയുണ്ട്. മാസം 2000 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോ എത്ര രൂപ? சோ தயவு செய்து வந்து நீங்க உங்களுக்கு தெரியாது, அதனாலதான் நீங்க இப்படி போட்டுட்டீங்க. ஆனா உண்மையானா அதுதான் வந்து வந்திருக்கு. குழந்தைங்களை பார்க்க கூடாதுன்னு சொல்லிட்டு சார் நாங்க சொல்லவே இல்லை. குழந்தைங்களை பார்க்க வரணும்னு சொல்லிட்டு போன வருஷம் வந்து விசிட்டேஷன் பெட்டிஷன் போட்டிருக்கோம், ஆர்த்தி போட்டிருக்காங்க. ஏன்னா குழந்தைங்களை வந்து அவங்க அப்பா வந்து பார்க்கணும்னு சொல்லிட்டு. அது வந்து எங்களுக்கு கிடைச்சிருக்கிற பெரிய சக்சஸ். அடுத்த மாசத்துல, இந்த மாசத்துல இருந்து, ஆகஸ்ட்ல இருந்து இந்த 4 பேரும் மீட் பண்ணணும்னு சொல்லிட்டு ஏற்கனவே வந்து. ഇതെന്താ പ്രശ്നം അറിയാമോ? ഇവര് കുട്ടീനെ കാണിക്കത്തില്ലായിരുന്നു. കുട്ടീനെ കാണിക്കണമെങ്കിൽ അവളെയും കൂടെ കാണണം. അവനത് വേണ്ട, അവന് കൊച്ചുങ്ങളെ മാത്രം കണ്ടാൽ മതി, പറ്റൂല, അവക്കും കാണണം. അതും എവിടെ വെച്ച് കാണണം? അവന്റെ വീട്ടിൽ വെച്ച് കാണണം, അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ വെച്ച് കാണണം. ഇവ രണ്ടിടത്തും പോകാൻ തയ്യാറല്ല. ഇവ ഇതൊക്കെ കളഞ്ഞിട്ട് ഗോവയിൽ പോയി പേരും മാറ്റി അവിടെ അങ്ങ് വീട് വാങ്ങിച്ച് അവിടെ അങ്ങ് സെറ്റിലായി. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ച പൈസ കൊണ്ട് അവൻ ഗോവയിൽ പോയി ഒരു വീട് വാങ്ങിച്ച് അങ്ങ് സെറ്റിലായി. ഇതവർക്ക് മനസ്സിലായി. അവ ഇനി രക്ഷപ്പെടത്തില്ലെന്നാണ് വിചാരിച്ചേ. അവനെങ്ങ് ചവിട്ടി തേച്ച് അങ്ങ് താഴെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. അവ അവിടുന്ന് കര കയറി പുതിയ സിനിമയൊക്കെ കിട്ടി, പ്രോജക്റ്റൊക്കെ കിട്ടി, അവനങ്ങ് മാറിപ്പോയപ്പോഴത്തേക്കാണ് കേസ് കൊടുത്ത് അവനെ ഒതുക്കാൻ നോക്കുന്നത്. അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഈ തള്ള വന്നിരുന്നുകൊണ്ട് അപരാധം പറയുന്നത്. எதுக்கு இந்த 2 நாள் மாசம் ஃபுல்லா கூட பார்க்கலாம். ஆனா பசங்க வந்து ஒரு ஹீலர் பக்கத்துல இருக்கும்போது ஒரு இதாக்கு இஷ்டப்படல. எந்த குழந்தை മാസം പൂരാ പാക്കലാണ് എന്ന് വെച്ചാൽ ഈ തള്ള പറയണം അയാളെ കൊച്ചുങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ എന്തൊരു ധാഷ്ട്യമാണെന്ന് ആലോചിക്കാൻ. இஷ்டப்பட மாட்டாங்க. ஆனா கண்டிப்பா அங்கதான் பார்க்கணும்னு சொல்லிட்டு குழந்தைகளுக்கு ஒரு கட்டாயம் இருந்ததுனாலதான் பசங்க தான் வந்துட்டு அந்த போறதுக்கு வந்து இஷ்டப்படல தவிர நாங்க யாருமே இதை தடுக்கல. ஏன்னா லாஸ்ட் டைம் நீங்க கேட்டீங்க, நீங்க குழந்தைங்களை வந்துட்டு அலோ பண்ணலையாமேன்னு. நான் அப்பவே சொல்லிட்டேன், இது பொய்யன்னு சொன்னேன். அவர் தாயா நாங்க வந்துட்டு எந்த தாயும் தான் பசங்களை வந்துட்டு பிரிக்கணும்னு நினைக்க மாட்டாங்க. நீங்க எல்லாம் வந்து குடும்பத்தோட இருக்கீங்க. திருத்தரமா கல்யாணம் பண்ணலைங்க. 10,000 பேர் ஊரை கூட்டி 10 ஃபங்க்ஷன் பண்ணி நாங்க கல்யாணம் பண்ணோம். அப்படிப்பட்டு நாங்க பண்ணதுக்கு அப்புறம் ஏன் பிரிக்கணும்னு பாக்குறோம்? ஏன் என் பொண்ணு சம்பாதிக்கிறலாம்? அவங்கள வந்துட்டு நான் பிரிச்சுட்டு வந்துட்டு நாங்க ஏதாவது வந்துட்டு இது பண்ணனாங்க ஒன்றும் கிடையாதுங்க. ഒരു മദർ, അതായത് ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും അവരെ തമ്മിൽ തെറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് അവരെ തമ്മിൽ തെറ്റുന്നതിനോട് ഇഷ്ടമില്ല. അവൾ സമ്പാദിക്കുന്ന പെണ്ണൊന്നുമില്ലല്ലോ ഞാൻ അവളെ പിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് എന്തൊന്നും ചെയ്യാനെന്ന്. അവള് സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ കൊണ്ടുവന്ന് തരൂലേ. ഓളെ യോനിക്കൂലി ഇപ്പൊ കിട്ടൂലേ 3 ലക്ഷം രൂപ മാസം മോക്ക് വേണ്ടിയിട്ട്. എന്ത് ഉണ്ട കണ്ടിട്ടാണോ എന്തോ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. അല്ലെങ്കിൽ തന്നെ കമന്റ് മുഴുക്ക എനിക്ക് മര്യാദ ഇല്ലെന്നാണ്. ഇനിയിപ്പം മര്യാദ പഠിച്ചു കളയാം. ഞാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഇതൊക്കെ പറയുമ്പോ എങ്ങനെയാണ് മര്യാദ വരുന്നത്? வந்துட்டு ஒரு மதுரையிலாவும் ஒரு ப்ரொடியூசராகவும் நான் வந்துட்டு என்ன பண்ணணுமோ அதெல்லாம் நான் பண்ணியிருக்கேன். உங்களுக்கு எல்லாம் தெரியும், 100 கோடி ரூபாய் மேல வந்துட்டு நான் போட்டு நான் படம் பண்ணியிருக்கேன். யாரு சொத்து நான் எடுக்கல. இன்னைக்கு நான் சொல்றேங்க, யாரு சொத்து எனக்கு எடுக்க வேண்டிய அவசியம் இல்லை, நாங்க எடுக்கல. நான் வந்து எங்க சொந்த பணம் பிளஸ் வந்துட்டு நான் வந்துட்டு வெளியில இருந்து ஒரு ஃபைனான்ஸ் வாங்கிட்டு 3 படம் பண்ணேன். என்ன முதல்ல வந்து ப்ரொடியூசரை வந்துட்டு அறிமுகப்படுத்தினது சுந்தர் சி.
என் கூட பிறக்காத தம்பி இங்க இல்ல, பிசிஆர்ல சொந்த வீடு இருக்கு. ஆழ்வார்பேட்டில் அவர் இருக்கிறது இப்ப அவர் சொந்த வீடு தான். இன்னைக்கு கோவால வந்துட்டு போன வருஷம் நீங்க வந்துட்டு 2 பேர் மேல சொந்த வீடு வாங்கியிருக்கீங்க. எதுக்குன்ற நீங்க வாங்க உங்க வீட்டுக்கு, நீங்க வாங்க, நாங்க ரெடியா இருக்கோம். நீங்க ஏன் வரமாட்டேன்றீங்க? അല്ല പെണ്ണുമ്പിളെ, നിങ്ങളവിടെ റെഡി ആയിട്ടിരിക്കുന്നത് എന്തിനാണ്? ആർത്തി റെഡി ആയിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അമ്മ വീട്ടിൽ വാ, ഞാൻ റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞ തള്ളെ എന്തിനാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇവർക്ക് 100 കോടി രൂപയൊക്കെ കൊടുത്ത് ഇവർ വലിയ സിനിമയൊക്കെ പിടിച്ചത്. സത്യത്തിൽ ഇവരൊരു പ്രൊഡ്യൂസറാണ്. ആ പൈസ കൊടുത്ത് സിനിമ പിടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവൻ അവരുടെ വലയിൽ പോയി ചാടി കൊടുത്തത്. മോളെയും കൂടെ കെട്ടിച്ചെന്നപ്പോൾ ഇവൻ വിചാരിച്ചു പോയി രക്ഷപ്പെട്ട് സുഖമായിരുന്നു. പക്ഷെ കൺട്രോൾ അവരുടെ കയ്യിലാണ്. അവനെ വെച്ച് പൈസ ഉണ്ടാക്കി. ആ പൈസ മുഴുക്ക അവരുടെ കയ്യിലാണ്. അവന്റെ കയ്യിൽ 10ന്റെ പൈസയില്ല. അവൻ ഓണാ തുണിയും കൊണ്ടാണ് ഇറങ്ങി ഓടിയെന്നാണ് അറിവ്. சத்தியமா நாங்க இல்ல, கடவுள் சத்தியமா நாங்க இல்ல. எனக்கு வந்து பிளாக் மேஜிக் பண்றாங்க, பிளட் வாமிட் வருது. எனக்கு கல்யாண புதுசுல இருந்து இப்படி பண்ணி தான கண்ட்ரோல் வச்சிருந்தாங்க. 15 வருஷம் யாராவது பிளட் வாமிட் பண்ணிட்டு எப்படி உயிரோட இருக்க முடியல? என்ன சொல்லுங்க. அப்படி பிளாக் மேஜிக்ன்றது வந்து இந்த காலத்துல நம்புறாங்கன்னு எனக்கு தெரியல. ஆனா யாரு பிளாக் மேஜிக் பண்றாங்கன்னு போன மாசம் வந்துட்டு இதே ஊடகங்கள்ல വന്നത്. ഇവര് ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടെന്ന്, രക്തം ഛർദ്ദിക്കുന്നുണ്ടെന്നും ഒക്കെ അവൻ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഉടനെ അടുത്ത ചോദ്യം, 16 വർഷം ആരെങ്കിലും രക്തം ഛർദ്ദിച്ച് ജീവിക്കാൻ പറ്റുമോ? അതപ്പം നുണ പറയുന്നതല്ലേ? എന്നിട്ട് അടുത്ത് പറയണത് എന്തെന്ന് പറഞ്ഞാൽ വേറൊരാൾ ബ്ലാക്ക് മാജിക് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാമെന്ന്. ബ്ലാക്ക് മാജിക് ഇല്ല എന്ന് പറയുന്നവർ തന്നെ വേറെ ഒരാൾ ബ്ലാക്ക് മാജിക് ചെയ്യുമെന്ന് പറയുന്നു. ആകമത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അവന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടിനെയാണ്. ஆனா இன்னைக்கு சொல்றேங்க, அப்படி நாங்க பிளாக் மேஜிக் பண்ணி அவரை கண்ட்ரோல் பண்ணிருந்தா அவர் ஹீரோவா இருந்தாரு, உச்சத்துல இருந்தாரு. ஓகேங்க, ஒரு பாசமுள்ள ஃபாதரா இருந்தாரு, ஒரு அன்பான கணவரா இருந்தாரு, எங்களுக்கு வந்துட்டு ஒரு பிள்ளையா இருந்தாரு. அப்படி இருந்தவர் இன்னைக்கு எப்படி இருக்காரு? பேரை மாத்தி ஒரு மாத்தி. ஏன் தமிழ்நாட்டுல ஏன் வீடு வாங்கல நீங்க? ஏன் வாங்கல? ஏன் கோவால வாங்குறீங்க? சார் அது நான் சொல்றேன் சார், இது வந்து ஒரு டைலாகா நீங்க நினைச்சுக்காதீங்க தயவு செய்து. அவங்க உரிமைக்காக போராடுறாங்க. என் பொண்ணு ரெஸ்டிடியூஷன் ஆஃப் கான்ஜுவல் ரைட்ஸ் போட்டிருக்கா. அப்படின்னா சேர்ந்து வாழணும், குடும்பமா வாழணும்னு போட்டிருக்கா. அதனாலதான் வாய் திறக்காம இருக்கா. அவங்க வாய் திறந்தா எல்லாமே தப்பா போயிடும். அதனாலதான் വായി തറക്കാൻ ഇരിക്കുക. നാങ്ങളും ഇത് വரைக்கும் அதனாலதான் അതാണ് അവ ഇറങ്ങി ഓടിയത്. അതായത് അവരെ കൂടെ താമസിക്കണമെന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് കോടതിയിൽ എന്നാ പറയുന്നത്. അപ്പോൾ അവള് മിണ്ടാതിരിക്കുന്നത്, വായി തുറക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംസാരിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എങ്ങനെയും അവനെ പിടിച്ച് ചാക്കിട്ട് പിടിക്കണം, അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. സംസാരം നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് വാസ്തവം, സത്യം. இன்னைக்கு நான் வந்து இது உங்களுக்கு சொல்லணும்னு சொல்லிட்டு தான் நான் சொல்லியிருக்கேன். தவிர 40 லட்சம்ன்றது பிரிச்சு போட்டு அதுல ஒரு பாயிண்ட் மட்டும் எடுத்து 3 லட்சம் தான் அப்படின்னு சொல்லிட்டு அது ஒரு பிஆர் பண்ணி அது ஒரு பெருசா பண்ணி யாருக்காக பண்றீங்க நீங்க இதெல்லாம்? நீங்க யாருக்காக பண்றீங்க തള്ളേ? അവനെ കുറ്റപ്പെടുത്തിയത്, അവനെ വേണോന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരുന്നോണ്ട് അവനെ എങ്ങോ കുറ്റം പറഞ്ഞില്ല. കുറ്റമോ இல்ல உங்க வைஃப் பத்தி நீங்க ஒரு ஹீலருக்காக நீங்க இப்படி பேசுனீங்கன்னா அந்த 2 பசங்களோட மனநிலை நினைச்சு பாருங்க. ஸ்கூலுக்கு போனா ஒரு தாய் பத்தி ஒரு அவங்க சொந்த அப்பாவே இப்படி பேசினாருன்னா அந்த பசங்களை மனநிலை யோசிச்சு பாருங்க. ஒண்ணே ஒண்ணுங்க, அவங்க மேல போட்ட அத்தனை அவதூறுங்களும் பொய்யானது. பொய் 100% பொய். ഈ പറയണത് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ 2 മക്കൾക്ക് ഒരു അമ്മയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തെല്ലാം അപമാനം ഉണ്ടാകുന്നു. അപ്പൊ അച്ഛനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ കൊച്ചുങ്ങൾക്ക് അപമാനം ഉണ്ടാവൂലേ? പിന്നെ അവൻ പറഞ്ഞത് മുഴുക്ക നോണ. അതിന്റെ അർത്ഥം എന്തുവാ? ജയൻ രവി എന്ന് പറയുന്ന ഒരു നുണയനെന്നല്ലേ? അത് കുഴപ്പമില്ലെന്നാണോ? തള്ളക്ക് കിളിപോയെന്ന് തോന്നുന്നു. ஒன்னா உட்காரலாம், எல்லா பொது வெளியில பேசலாம். ஏன்னா பொது வெளி பண்ணிட்டீங்க நீங்க. ஒரு குடும்பத்தை வந்து ஒரு ஆளுக்காக 3 குடும்பத்தை வந்துட்டு பொது வெளிக்கு கொண்டு வந்துட்டீங்க. அப்படி இருக்கும்போது நீங்க வந்து நேரா வந்து என் சொத்து இவ்வளவு எடுத்துட்டாங்க எங்க இன்லாஸ், என்னோட வந்துட்டு என்ன வந்துட்டு அவங்க வந்து குடும்பப்படுத்தினாங்க, என்னோட வந்து மொத்தம் வந்து கண்ட்ரோல்ல வச்சிருந்தாங்கன்னு நீங்க ஒரு % வந்து நீங்க ப்ரூவ் பண்ணுங்க. 1% ப்ரூவ் பண்ணுங்க. That 1% I will tell about the name. ആ പേര് ഇവർ പ്രൂഫ് ചെയ്യാനാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ഉപദ്രവിച്ചു എന്നും ഞങ്ങൾ അങ്ങനെ അവനെ കൊടുമപ്പെടുത്തിയെന്നും അവനെ കഷ്ടപ്പെടുത്തിയെന്നുള്ളതിന്റെ ഒരു തെളിവ് വയ്ക്കാനാണ് പറയുന്നത്. ഒരൊറ്റ തെളിവ്, കൊച്ചിങ്ങളുടെ പേര് മാത്രം. അവന്റെ യാതൊരു ഒരു സാധനവും ഇല്ല. അവന്റെ ആകെ ബീജം മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കി മുഴുക്ക ഇവരുടെ തന്നെ ഇതിനകത്താണ് ഉള്ളത്. മൊത്തത്തിൽ ഒന്നും പറയുന്നില്ല. അയാളെ കഷ്ടപ്പെടുത്തി കൊല വിളിച്ച തള്ള ഇരുന്നുകൊണ്ട് കഥ പറയുന്നു. ஜெயம் ரவிக்கு எத்தனை செக் போயிருக்கு அப்படின்னு அதுவும் நான் வந்து காட்டுறேன். கணக்கு அவரோட அக்கௌண்ட்ல இருந்து ஏதாவது எங்களுக்கு வந்திருக்கா? 25,000 ரூபாய் நான் கொடுத்துட்டு இருந்தேன். 25 கோடி கொடுத்துருக்கு. 25,000 ரூபாய் என்னங்க இருக்கு? നീ 25 കോടി കൊടുത്ത അവന് സൗകര്യമുള്ളത് തരും. അവൻ എന്തോ നിന്റെ മോനാ, മരുമോനല്ലേ? എന്തൊക്കെയാണ് ഈ തള്ള പറയണത്? இன்னி வரைக்கும் நான் சொல்றேங்க, நான் வந்துட்டு உண்மை சொல்றேன். இன்னி வரைக்கும்
அவருக்கு ப்ரீவியஸ் படத்துல வந்து ஒரு சேலரி இருந்தா என்னோட படத்துல தான் அவருக்கு வந்து ஏத்துவோம். 8 கோடி என்ன 10 கோடி 6 கோடி என்ன 8 கோடி ஹோம் மூவி മേക്കേഴ്സ് இல்லைன்னு சொல்ல. സ്വന്തം മരുമോനിക്ക് ഇച്ചിരി പുലൻ ശമ്പളം കൂട്ടി കൊടുത്ത കഥയാണ് ഇപ്പൊ പറഞ്ഞു കേട്ടത്. കൺട്രോൾ சொல்லுங்க. என்கிட்ட வந்துட்டு எல்லாமே இருக்கு. நான் கொடுத்த பணத்துக்கு என்கிட்ட இருக்கு. நான் அதுக்கு அவர் போட்டிருக்கிற கையெழுத்தும் என்கிட்ட இருக்கு. அடுத்த படத்துக்காக வீட்டை விட்டு போறதுக்கு முன்னாடி 5 கோடி கொடுத்துருக்கோம். அதுவும் இருக்கு. ஆனா பணம் முக்கியம் இல்லைங்க. சத்தியமா சொல்றேன். இன்னி வரைக்கும் கல்பனா ஹவுஸ்ன்னு சொல்லிட்டு உங்களுக்கு எத்தனை பேருக்கு தெரியுமோன்னு தெரியல. மயிலாப்பூர்ல 2 ஏக்கர்ல கல்பனா ஹவுஸ்ன்னு சொல்லிட்டு இன்னி வரைக்கும் 1500 ஷூட்டிங்ஸ் நடந்திருக்கு. அந்த வீடு வந்து 2 ஏக்கர் மயிலாப்பூர்ல. அந்த வீட்டுல பிறந்த பொண்ணு தான் ஆர்த்தி. நான் பெருமையா சொல்லலைங்க. ஆனா உங்களுக்கு உண்மை தெரியணும். இந்த பணத்துக்காக ஆர்த்தி வந்துட்டு எதிர்பார்க்கறான்னு நினைக்கிறீங்கல்ல? கிடையாதுங்க. அந்த பொண்ணு வந்துட்டு அந்த மாதிரி ஒரு இதுல வந்து பிறந்தவ. ஒரு குடும்பத்தோட தாத்தா பாட்டி அத்தை மாமா பெரியமா பெரியப்பா அப்படின்னு சொல்லிட்டு கசின்ஸோட வந்துட்டு வளர்ந்தவ. நீங்களே வந்துட்டு பிரமிச்சிருப்பீங்க அந்த வீடு பார்த்து, இவ்வளவு பெரிய வீடு அப்படின்னுட்டு. இன்னைக்காவது வந்துட்டு இன்னைக்கு சொல்றீங்க, என்னைக்காவது வந்துட்டு நாங்க அதை பத்தி வீட்டை பத்தியோ எதை பத்தியோ பேசினது இல்ல. ஏன்னா இன்னைக்கு நீங்க பணத்துக்கு ஆசைப்படுறீங்கன்னு நீங்க நினைக்கிறீங்க இல்லையா? அது கிடையாது. அதனாலதான் நான் வந்துட்டு இது பண்றேன். പണത്തിക്ക് ആശപ്പെട്ട് താൻ ഇതെല്ലാം ചെഞ്ചതെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി തള്ളേ. കൽപ്പന ഹൗസ് എന്ന് പറയുന്നത് ഏതാ ഒരു നാടത്ത് ഏതാ ഒരു ഊരില് അങ്ങനെ 2.5 ഏക്കർ പറമ്പിന്റെ ഒത്ത നടുക്കൊരു വീടുണ്ടെന്നും ആ വീട്ടിൽ ജനിച്ച് വളർന്ന അവക്ക് എന്തിനു പണമെന്ന്. എന്നാ പിന്നെ ഈ 3 ലക്ഷം രൂപ വേണ്ടാന്ന് അങ്ങ് വെച്ചുകൂടെ? അതല്ലേ നല്ലത്. കഷ്ടം. ജയൻ രവി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. അതിന്റെ മെയിൻ റീസൺ സൺ ഓഫ് കുമരൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ടല്ലോ, അത് ഏകദേശം ഞാനും എൻ്റെ മോനും പറയുന്ന എൻ്റെ മോനും ഞാനും ജീവിച്ച ഒരു ശൈലി പോലെയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പിന്നെ കഥയായിരുന്നു. അതിൽ കൂടെയാണ് എനിക്ക് അവനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു നടനാണ്. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ അല്ലാതെ പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജീവനാംശം ചോദിക്കുക, ഇത്തരത്തിലുള്ള എന്താ പറയണേ നഷ്ടപരിഹാരങ്ങൾ ചോദിക്കുക, ഇത്തരം ചോദ്യങ്ങൾക്ക് സത്യത്തിൽ ഒരു തടയിടണം. എങ്ങനെ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും പോലെ തന്നെ ഈ ഒരു സംഗതിക്ക് ഒരു തട വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പെൺകുട്ടികളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തുക, അവർക്ക് സ്വയം പര്യാപ്തത നേടി കൊടുക്കുക, അതിനുശേഷം അവരെ വിവാഹം കഴിച്ചു കൊടുക്കുക, അവരുടെ എക്സ്പെൻസ് അവരെ കൊണ്ട് തന്നെ മീറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളുണ്ടായി സെപ്പറേറ്റഡ് ആയാൽ രണ്ടുപേരും ഈക്വലി അത് ഷെയർ ചെയ്യുക. 40 ലക്ഷം രൂപ പെർ മന്ത് അവൻ്റെ അടുത്ത് ചെലവിന് ചോദിച്ചിരിക്കണം. അവൻ കടം ഉണ്ടാക്കിയിട്ടെന്ന്. അപ്പൊ അവൻ ഇത്രയും കാലം സമ്പാദിച്ചില്ലേ? ഒരു രീതിയിലുള്ള ദൂർത്തോ ആർഭാടമോ മോശപ്പെട്ട രീതിയിലോ അവ ഇതുവരെ നടന്നിട്ടില്ല. അവളുടെ വാക്കുകൾ കേട്ട് ജീവിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതുവരെ നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പൊ ഫൈനലി ആയിട്ടാണ് ഒരു ബന്ധം അവന് വരുന്നത്. ഈ ആണുങ്ങള് മറ്റൊരു ബന്ധത്തിലേക്ക് തേടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് വീട്ടിലെ ടോർച്ചർ കൊണ്ടാണ് എന്നുള്ളത് ഒരു വ്യാഖ്യാനമാണ്. സത്യത്തിൽ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ആർത്തിയുടെ കേസിൽ അത് അങ്ങനെ തന്നെയാണ്. അവളുടെ കയ്യിരിപ്പ് ഒന്നുകൊണ്ടാണ്. അമ്മ പറയണത് കേൾക്കണം, അമ്മ കുട്ടിയാകണം. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനിക്കാണ് കുറച്ച് പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. ആ റെസ്പെക്ട് അവന് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് അവൻ ഇട്ടിട്ട് ഓടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള പെണ്ണ് വേറൊരു പെണ്ണിന്റെ ഒപ്പം പോയി താമസിച്ച് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവന്റെ പണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ഏത് മന്ദബുദ്ധിക്ക് മനസ്സിലാവും. കൽപ്പന ഹൗസ് 2.5 ഏക്കറിന് നടുക്കുള്ള വീട്ടിൽ പിറന്നവർക്ക് എന്തിന് പണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്തിന് ഡിമാൻഡ് ചെയ്തു? ഈ തള്ളയാണ് മുഴുക്ക അവരുടെ വീട്ടിൽ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. തള്ളയുടെ ആർത്തി. അവനെ വെച്ച് പൈസ ഉണ്ടാക്കണം. അവനൊരു കുടുംബം ഉണ്ടേ, അവനൊരു കുടുംബം, അവന് ചുറ്റും സുഹൃത്തുക്കൾ, അതൊക്കെ ഉണ്ട്. അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇവർക്കൊപ്പം വന്ന് അവൻ നിന്നു. ആ സ്നേഹം, ആ സന്തോഷത്തിന് വേണ്ടി അവൻ നിന്നു. പക്ഷെ 1 രൂപ പോലും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അവൻ സമ്പാദിക്കുന്ന പൈസ അവനിക്ക് അർഹതയുള്ളതല്ലേ? അവൾക്ക് അവൻ കൊടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക എന്നതിനപ്പുറം ഡിമാൻഡ് ചെയ്യുന്നത് ഒരു വൃത്തികെട്ട പരിപാടിയല്ലേ? പിന്നെ ഈ കുട്ടികളുടെ പഠിത്തക്കാരനെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ അമ്മയും മകളും മനസ്സിലാക്കി അവൻ്റെ ഒപ്പം ജീവിക്കണം. അല്ലാതെ അമ്മയും കൂടെ ജീവിക്കണമെന്നല്ല, മകൾ ജീവിക്കണം. അല്ലാതെ അവരെ അടിച്ചുറ്റി കളഞ്ഞിട്ട് അതേ ലെവലിൽ മക്കളെ വളർത്താമെന്ന് ചിന്തിക്കരുത്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു വിവാഹമോചനത്തിന് ചിന്തിക്കുന്നത് എന്ന് മുമ്പ് 10 വട്ടം ആലോചിക്കുന്നത്? കാരണം കുട്ടികൾക്കുള്ള സേഫ്റ്റി, കുട്ടികളുടെ ആ സെക്യൂർ ലൈഫ് അത് നഷ്ടപ്പെടുകയാണ്. പിന്നെ നമ്മൾ സിംഗിൾ പേരന്റ് ആവുകയാണ്. ചിലപ്പോൾ അയാൾ തന്നാലായി, തന്നില്ലെങ്കിലായി. നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അതൊരു വല്ലാത്തൊരു ഡേഞ്ചർ സോണാണ്. അത് ആലോചിച്ച് തന്നെ ചെയ്യേണ്ടി വരും. പല സ്ത്രീകളെ ഇടിയും ചവിട്ടും കുത്തും ഒക്കെ കൊണ്ടിട്ട് ഇത് സഹിച്ച് കിടക്കുന്നതിന്റെ ഒരു റീസൺ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയണത് അങ്ങനെ ചെയ്യരുത്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എപ്പോഴും നമ്മുടെ സൗണ്ടായിരിക്കണം. 100 പവനും 120 പവനും ഇട്ടുണ്ടല്ലോ പോവേണ്ടത്. ആ പവൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയിട്ട് വീട്ടിലോട്ട് ചെന്ന് കയറുക. അതാണ് പെണ്ണുങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ പോയി പിച്ച ചോദിക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് 1 കോടി പുച്ഛം. അന്തസ്സായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് റേഷനരി വെച്ച് ചോറ് വെച്ച് കൊടുത്താലും മക്കൾ അത് കഴിക്കും, അഭിമാനത്തോടു കൂടി കഴിക്കും. എന്നെങ്കിലും ഒരിക്കൽ ഈ തന്തയെ അവർക്ക് മനസ്സിലാകും, 2 പറ്റിക്കുകയും ചെയ്യും. ഇതങ്ങനെയൊന്നുമല്ല. പണം 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 പണത്തിൻ്റെ മേളിൽ ഒന്നുമില്ല. ആണുങ്ങളെ പൂട്ടാനായിട്ട് ഗാർഹിക പീഡനം, മറ്റേ പീഡനം, മറിച്ച പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസും കൊടുത്ത് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുക. ദ വെരി ബിഗിനിങ് സെപ്പറേറ്റ് ചെയ്യുക.
2-3 കൊച്ചുങ്ങളെ ഉണ്ടാക്കി അവനെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഈ 2 വാഴകൾക്കും സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടുകാരോട് മൊത്തം പുച്ഛം തോന്നുന്ന ഒരു പരിപാടിയാണിത്. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം നമ്മുടെ നാട്ടിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. ഫ്രീ കൊടുക്കുകയാണ് പെണ്ണുങ്ങൾക്ക്. ഫ്രീ എന്തിനി? പെണ്ണുങ്ങൾക്ക് ഫ്രീയുടെ ഒരു ആവശ്യമില്ല. പെണ്ണുങ്ങൾക്ക് തൊഴിലാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അല്ല ഫ്രീ അല്ല കൊടുക്കേണ്ടത്. ഏത് രാജ്യത്തെ ആയിരുന്നാലും ജനതകൾക്ക് ഫ്രീ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങിയ ആ രാജ്യം അധപ്പതനത്തിലേക്ക് പോകും. മടിയന്മാരായ സമൂഹം ഉണ്ടാക്കി വരുമെന്നതിനപ്പുറം പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞങ്ങളുടെ കഷ്ടപ്പാടിൽ ഞങ്ങളുടെ പേയ്മെന്റ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതായത് സ്വയം പര്യാപ്തത നേടിക്കൊടുക്കുകയാണ് വേണ്ടത്. ഈ ആർത്തിക്ക് പണിയും ചിലപ്പൊന്നുമില്ലേ? ജോലിക്ക് പോടി, കൊച്ചിനെ ജോലിക്ക് പറഞ്ഞു വിടുതള്ളേ. ആക്ച്വലി ഈ അമ്മയുടെ ഫ്രസ്ട്രേഷൻ, അമ്മയുടെ കയ്യിരിപ്പ് കൊണ്ട് മാത്രം ആ പാവം ജീവിതം നശിച്ചു എന്നതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. സോ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. ഞാനിത് ആണുങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ്. അത് ഇറ്റ്സ് ബിക്കോസ് എനിക്ക് ജയൻ രവി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതൊരു വലിയ ഫാക്റ്റാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ആൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വല്ലാത്തതാണ്. അത് ഇല്ലാണ്ടാകണമെങ്കിൽ സിസ്റ്റത്തിൻ്റെ ആദ്യം വേര് തൊട്ട് പിടിക്കണം. നമ്മൾ അവരുടെ കയ്യിൽ നിന്നൊന്നും ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. പെൺകുട്ടി വരികയാണെങ്കിൽ ജോലിക്ക് വിടണം, ജോലി ചെയ്യണം, അവളുടെ ആവശ്യങ്ങൾ, അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നുള്ള അവളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഓൺ സൈഡഡ് ആയിരിക്കരുത്. വരിക, എനിക്ക് മാല വേണം, കമ്മല് വേണം, വള വേണം, ഉടുപ്പ് വേണം, നിക്കറ് വേണം, നല്ല ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നീ എന്നെ വാങ്ങിച്ചോ, നീ തന്നെ സമ്പാദിച്ചോ, നീ അതിലൊരു പങ്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനുള്ള റൈറ്റ്സും കൂടെ കൊടുക്കണം. ഇങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ കാണുമ്പോൾ ദേഷ്യവും ചിരിയും ഒക്കെ വരും. സത്യത്തിൽ പറഞ്ഞാൽ ജയൻ രവി പെട്ടു കെണിഞ്ഞു. നീ മാസം ഈ തുക ഉണ്ടാക്കി കൊടുത്ത് പണ്ടാരം തലേന്നൊഴിയുക. പിന്നൊരു സന്തോഷം ഉള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതി 18 വയസ്സ് വരെ മക്കൾക്ക് കൊടുക്കാൻ പറയുള്ളൂ. 18 വയസ്സിന് ശേഷം കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാനോ പറയത്തില്ല. പക്ഷെ എല്ലാ പെണ്ണുമ്പിളയ്ക്ക് അവൾ അടുത്ത് കെട്ടുന്നിടം വരെ ജീവനാംശം കൊടുക്കണം. ഈ പണ്ടാരം വേറെ കെട്ടിയിട്ടില്ലാച്ചാ അതിനെ മരിക്കുന്നവരെ നമ്മൾ എന്നെ നോക്കണം. ഇതൊക്കെ എന്ത് സിസ്റ്റമാണെന്നോ. കാലഹരണപ്പെട്ട കുറെ വൃത്തികേടുകൾ മാറി കിട്ടേണ്ട ഒരു ആവശ്യഘട്ടമാണ് ഇപ്പം നിലനിൽക്കുന്നതെന്നാണ് ഇവരുടെ ഇത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നെ മിക്ക നടന്മാരും കൈ ഒഴിയണത്തിരി പോലും തുക കൊടുത്ത് അങ്ങ് ഒതുക്കും. പണം വാങ്ങി ഒതുങ്ങുന്ന ഒരു പ്രത്യേകത. എന്തിന് CM വിജയന് ആ പ്രശ്നം നേരിടുന്നില്ലേ? ഇതില് ഖുഷ്ബുവിന്റെ ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അവര് പറഞ്ഞില്ലേ അവരും ഒക്കെ ഡയറക്ടേഴ്സാണ്. അപ്പം ഡയറക്ടർ ലവ് ആണ് അതിനകത്ത് കാണുന്നത്. അപ്പം ഖുഷ്ബു ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്, ഞാൻ ഇവക്കൊപ്പം ആർത്തിക്കൊപ്പം എന്ന് പറയുന്നത്. എന്നാലും എൻ്റെ ഖുഷ്ബു, നിന്റെ 2 പെമ്മക്കൊക്കെ പെണ്ണ് ചെറുക്കം കിട്ടാതെ പോകും ഈ ആരത്തി പെണ്ടാരത്തിൻ്റെ കൂടെ നടന്ന. അവളുടെ ലൈഫ് വെച്ചാണ് കളിക്കുന്നതെന്ന് അവൾക്ക് ഒരു ബോധവും ഇല്ല. എന്തായിരുന്നാലും അത് പറഞ്ഞു തീർക്കുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നതിന് പകരം അവനെ മറ്റൊരു പെണ്ണിലേക്ക് അട്രാക്ട് ചെയ്ത് അവളെ പറഞ്ഞ് അതിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അവൻ വീടൊക്കെ വെച്ച് അവൻ സേഫ് ആൻഡ് സെക്യൂറായി അവൻ കയറി വരുമെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ തള്ളയ്ക്ക് മോൾക്ക് വിളവി ഇപ്പൊ ഇനി തിരിച്ചു വരണമെന്ന് ഇത്രയും അവദൂരവും വൃത്തികേടും ഒക്കെ പറഞ്ഞിട്ട് ഇനി തിരിച്ചു കൊണ്ടുവരാൻ നിൽക്കുകയാണ്. ഏതായാലും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഓൾ മെൻസ് ഹൂ ഈസ് സ്ട്രഗ്ലിംഗ് വിത്ത് ദെയർ മറ്റേ പെണ്ണുങ്ങളുമായിട്ട്, എക്സ് പെണ്ടാട്ടിമാരുമായിട്ട് കഷ്ടപ്പെടുന്ന എല്ലാ സ്ട്രഗിൾ ചെയ്യുന്ന ആണുങ്ങൾക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.